രോഹൻ വർഷങ്ങളായി അമേരിക്കയിലാണ് താമസം. പഠിക്കാനായി വിസയെടുത്ത് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവൻ അവിടെ എത്തിയത്. എന്നാൽ ജീവിതം പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കും. അങ്ങനെ രോഹന്റെ ജീവിതവും മാറി മറിഞ്ഞു. 2022 കണക്കുകൾ പ്രകാരം ഏകദേശം 7,25,000 രേഖകളില്ലാത്ത ഇന്ത്യക്കാരിൽ ഒരാളായി രോഹൻ മാറി. അവൻ കഠിനാധ്വാനം ചെയ്തു ജീവിച്ചു. കുറച്ച് നല്ല സുഹൃത്തുക്കളെയും സമ്പാദിച്ചു. അപ്പോഴാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം വരുന്നത്. 2025 ഏപ്രിൽ 15 ട്രംപ് ഒരു പുതിയ നയം പ്രഖ്യാപിച്ചു. രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് സ്വയം നാടുകടത്തലിന് ഒരു അവസരം നൽകുന്നതായിരുന്നു അത്. ഇതിൻ്റെ പ്രധാന കാര്യം എന്തെന്നാൽ അമേരിക്കൻ സർക്കാർ സാമ്പത്തിക സഹായവും നാട്ടിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റും നൽകും എന്നതാണ്. വാർത്തകളിൽ വന്ന കാര്യങ്ങൾ രോഹൻ ഓർത്തു. ഈ സന്ദർഭത്തിൽ 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി CBP ഹോപ്പ് എന്ന US ബോർഡർ ഏജൻസിയുടെ പുതിയ മൊബൈൽ ആപ്പ് വഴി സ്വയം നാടുകടക്കുക. ഈ വഴി തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല റെക്കോർഡും കഴിവുള്ള ജോലിക്കാരനുമാണെങ്കിൽ ഭാവിയിൽ നിയമപരമായി തിരികെ വരാൻ അവസരം ലഭിച്ചേക്കാം. ട്രംപ് തന്നെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ വഴി രാജ്യം വിട്ടുപോകാൻ തയ്യാറാകാതിരിക്കുക എന്നതാണ്. ഇതിന് വലിയ ശിക്ഷകളുണ്ട്. ഒരു ദിവസം $998 വരെ പിഴ അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അമേരിക്കയിൽ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ നിരോധനം ഏർപ്പെടുത്തും. പിഴ അടച്ചില്ലെങ്കിൽ സ്വത്ത് വരെ കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്. സ്വയം നാടുകടക്കുന്നതാണ് നല്ലതെന്നും കുടിയേറ്റ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2025 ഇതിനോടകം 600-ലധികം ഇന്ത്യക്കാരെ നാടുകടത്തിയിട്ടുണ്ടെന്ന് രോഹന് അറിയാമായിരുന്നു. ഈ പുതിയ നയം ആ എണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. പല രേഖകളില്ലാത്ത ഇന്ത്യക്കാരെയും പോലെ രോഹനും വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ തുടർന്ന് താമസിക്കുകയായിരുന്നു. ചിലർക്ക് മോശം ഏജന്റുമാർ കാരണവും മറ്റു ചിലർക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ കാരണവുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവൻ തന്റെ മുന്നിലുള്ള വഴികളെക്കുറിച്ച് ആലോചിച്ചു. അവിടെ തന്നെ താമസിച്ചാൽ വലിയ പിഴയും നാടുകടത്തലും പേടിച്ച് ജീവിക്കേണ്ടി വരും. രാജ്യം വിട്ടുപോയാൽ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത ജീവിതം ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ സ്വയം നാടുകടത്തൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്. നല്ല റെക്കോർഡുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ നിയമപരമായി തിരികെ വരാൻ കഴിഞ്ഞേക്കും. CBP ഹോപ്പ് ആപ്പ് അവൻ്റെ കൂട്ടുകാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഫോൺ ഉപയോഗിച്ച് സ്വയം നാടുകടക്കുക എന്നത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. CBPയുടെ ആക്ടിംഗ് തലവനായ ബീറ്റ് ഫ്ലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് കഠിനമായ ശിക്ഷ ഒഴിവാക്കാൻ ഇത് ലളിതവും എളുപ്പവുമുള്ള മാർഗമാണ് എന്നാണ്. എന്നാൽ DHS സെക്രട്ടറി ക്രിസ്റ്റ്യൻ നോം എല്ലാ കുടിയേറ്റ നിയമങ്ങളും നടപ്പാക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഇതൊരു നിർണായക നിമിഷമാണെന്ന് രോഹന് മനസ്സിലായി. അവിടെ തന്നെ താമസിച്ച് ഒരു ചൂതാട്ടം കളിക്കണോ അതോ കുറച്ച് സാമ്പത്തിക സഹായവും ഒരു നല്ല അവസരവും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യയിലേക്ക് മടങ്ങണം. ഒരുപാട് ആളുകൾ തിരികെ വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട സഹായം നൽകാനും ഇന്ത്യൻ ഗവൺമെൻറ് തയ്യാറാകേണ്ടി വരുമെന്ന് അവനറിയാമായിരുന്നു. തൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രോഹൻ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. കുടിയേറ്റ നിയമങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം. വിദേശത്ത് ജീവിക്കുമ്പോൾ ലക്ഷ്യബോധം എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവും. അവൻ്റെ മുന്നിലുള്ള ഈ തീരുമാനം അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അമേരിക്കയിൽ രേഖകളില്ലാതെ താമസിക്കുന്നവരെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പണം നൽകുന്ന ഒരു പദ്ധതിയാണിത്. കൂടാതെ അവർക്ക് വിമാന ടിക്കറ്റുകൾ നൽകും. ഫോക്സ് നോട്ടീസിയാസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഈ പദ്ധതിയിൽ ചില നല്ല ആളുകൾക്ക് പിന്നീട് നിയമപരമായി US മടങ്ങി വരാൻ ഒരു അവസരമുണ്ടാകുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. നേരത്തെ ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങൾ വളരെ കർശനമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം വരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഞങ്ങൾ അവർക്ക് ഒരു സ്റ്റൈപ്പൻഡ് നൽകും, കുറച്ച് പൈസയും ഒരു വിമാന ടിക്കറ്റും കൊടുക്കും. അവർ നല്ലവരാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. ട്രംപിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ നിലപാട് വ്യക്തമാണ്. ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കും, ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അതായത് കുറ്റവാളികളല്ലാത്തവരെ സഹായിക്കാനും നല്ല രീതിയിൽ ജീവിക്കുന്നവരെ തിരികെ കൊണ്ടുവരാനും ട്രംപിന് താല്പര്യമുണ്ട് എന്ന് വേണം കരുതാൻ. ഈ പുതിയ പദ്ധതി കുടിയേറ്റക്കാരെ എങ്ങനെ സഹായിക്കുമെന്നും US രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും ഉറ്റുനോക്കണം. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം.